മഹാരാഷ്ട്രയിൽ എംപിമാർക്കൊപ്പം എംഎൽഎമാരും എൻഡിഎ പക്ഷത്തേക്ക് ചാഞ്ഞേക്കുമെന്ന ആശങ്കയിലാണ് ശിവസേന ഉദ്ധവ് താക്കറെ ക്യാമ്പ് എന്നുള്ളതാണ്. ഉദ്ധവ് താക്കറെ എംഎൽഎമാരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. കൂറുമാറിയ 6 എംപിമാർ ഇന്ന് ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തിൽ ചേരും. ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാകും. അതിനിടെ വിമതർക്കെതിരെ ശിവസേന ഉദ്ധവ് വിഭാഗം നടപടി തുടങ്ങി. MP നാഗേഷ് അഷ്ടിക്കറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിവരങ്ങളുമായിട്ട്. ശ്രീനാഥ്, വീണ്ടും ഉദ്ധവ് താക്കറെ ക്യാമ്പ് ആശങ്കയിലാണ്. എംപിമാർ മാത്രമല്ല എംഎൽഎമാരും കൊഴിഞ്ഞു പോകുമെന്ന ഭീതി ഉദ്ധവ് താക്കറേക്കുണ്ട്. ഈ ഭീതിക്ക് അടിസ്ഥാനമുണ്ടോ? എംഎൽഎമാരും എൻഡിഎ പക്ഷത്തേക്ക് ചായുകയാണ്. ജി.കെ. തൃണമൂൽ കോൺഗ്രസിൽ കണ്ടതുപോലെ ഒരു വലിയ കൊഴിഞ്ഞുപോക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നൊരു സൂചനയാണ് ഉദ്ധവ് താക്കറെ ക്യാമ്പിനുള്ളത്. ഇന്നിപ്പോൾ മൺസൂൺ കാല സമ്മേളനം, നിയമസഭാ സമ്മേളനം ചേരാനിരിക്കുന്ന സമയമാണ്. അതുകൂടി കണക്കിലെടുത്താണ് എംഎൽഎമാരുടെയും ഒപ്പം MLC-മാരുടെയും നിയമസഭാ കൗൺസിലിലെ അംഗങ്ങളുടെയും യോഗം ഇപ്പോൾ ഉദ്ധവ് താക്കറെ വിളിച്ചിട്ടുള്ളത്. 2:30-ഓടെ നരിമാൻ പോയിന്റിലുള്ള ഓഫീസിൽ വെച്ച് യോഗം ചേരും എന്നതാണ് നമുക്കറിയാൻ വേണ്ടി കഴിയുന്നത്. അങ്ങനെ MLA-മാരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു കൂറുമാറ്റം ഉണ്ടാവാതിരിക്കാനുള്ള ചില നീക്കങ്ങൾ ഉദ്ധവ് താക്കറെ ക്യാമ്പിൽ നിന്ന് നടക്കുന്നുണ്ട് എന്ന കാര്യം ശ്രദ്ധേയമാണ്. അതുപോലെ വിമതർ നടത്തുന്ന MP-മാർ നടത്തുന്ന നീക്കങ്ങൾ അത് ക്ലൈമാക്സിലേക്ക് ഇന്ന് എത്തും എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ 2 MP-മാർ കൂറുമാറ്റം പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചു. ഇന്നിപ്പോൾ MP-മാരുടെ വാർത്താ സമ്മേളനം വൈകിട്ട് 4 മണിക്ക് മുംബൈയിലെ YB ചവാൻ സെന്ററിൽ വെച്ച് നടക്കും. അതൊരു ലയന വാർത്താ സമ്മേളനമാകും എന്നതാണ് മനസ്സിലാക്കുന്നത്. ഏക്നാഥ് ഷിൻഡെയൊപ്പം മകൻ കൂടിയായ ശ്രീകാന്ത് ഷിൻഡെ MP-യും ചേർന്ന് ഈ വിമത MP-മാരെ പാർട്ടിയിലേക്ക് ക്ഷണിക്കും എന്നതാണ് മനസ്സിലാക്കുന്നത്. 9 MP-മാരാണ് ശിവസേന ഉദ്ധവ് വിഭാഗത്തിന് ഉണ്ടായിരുന്നത്. അതിൽ 6 പേർ പോകുമെന്ന് പറയുമ്പോൾ 3-ൽ 2 പേരുടെ ഭൂരിപക്ഷം ആ കാര്യത്തിൽ അവർക്കുണ്ട്. അത് ലയനത്തിലൂടെ അയോഗ്യതാ പ്രശ്നം ആ ഒരു സംഖ്യ മൂലം അവർക്ക് മറികടക്കാൻ കഴിയും എന്നതാണ് അവരുടെ ആത്മവിശ്വാസം. അതേസമയം ഇപ്പോഴും ഉദ്ധവ് ക്യാമ്പ് 2 MP-മാർ തിരികെ വരാനുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്നൊരു വാദം മുന്നോട്ട് ഉന്നയിക്കുന്നുണ്ട്. സഞ്ജയ് റാവത്ത് തന്നെയാണ് അങ്ങനെ ഒരു വാദം മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം ശരിയാണ് എന്നത് ഇപ്പോൾ വാർത്താ സമ്മേളനം നടക്കുമ്പോൾ നമുക്കതിൽ വ്യക്തത വരും. അതേസമയം വിമതർക്കെതിരെയുള്ള നടപടി കൂടി ഇപ്പോൾ ഉദ്ധവ് വിഭാഗം തുടങ്ങിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.